ഏറ്റവും ഒടുവിൽ ഉസ്താദിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഏറ്റവും രൂക്ഷമായ അവസരം കിട്ടിയാലൊക്കെയും ഒരു നിമിഷം പോലും പാഴാക്കാതെ വിമർശിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ യാഥാസ്ഥികരിലെ പുരോഗമനവാദികളാണ് എന്നാണ്. അതിനൊരു അർത്ഥമുണ്ട്. യാഥാസ്ഥികത്വം എന്ന് പറഞ്ഞാൽ അറുപഴഞ്ചൻ, പിന്തിരിപ്പന്മാർ, മൂരാച്ചികൾ, നേരം വെളുക്കാത്തവർ, 6-ാം നൂറ്റാണ്ടിലുള്ളവർ എന്ന് പറയുന്നതിനോട് തീരെ യോജിക്കാത്ത മറ്റൊരു പദം ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ പുരോഗമനവാദികളാണ്. വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കാതെ വിശ്വാസത്തിന് പരമപ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തിരുകേശത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കും. തിരുകേശത്തിൻ്റെ ലോജിക്ക് ചോദിക്കുന്നവർ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നബിതങ്ങളുടെ ശരീരത്തിന് നിഴലില്ലാത്തതിൻ്റെ ലോജിക്ക് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമിനീര് കൊണ്ട് ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുറിവ് പറ്റിയ കണ്ണിനെ ഉണക്കിയതിൻ്റെ ലോജിക്ക് എന്താണ്? ചന്ദ്രന് രണ്ടായി പിളർത്തിയതിൻ്റെ ലോജിക്ക് എന്താണ്? സർവോപരി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാശാരോഹണത്തിൻ്റെ ലോജിക്ക് എന്താണ്? അള്ളാഹുവുമായി ഇങ്ങനെ നേർക്കുനേരെ കണ്ടുമുട്ടിയതിൻ്റെ ലോജിക്ക് എന്താണ്? ഈ ലോജിക്കുകളെ കുറിച്ച് പറയുന്നവർ അതിൻ്റെ അർത്ഥം വിശ്വാസപരമായ ദുർബലത നമ്മുടെ ഉള്ളിൽ ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപകടകരമാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി ഈ പുതിയ കാലത്തും ശാസ്ത്രീയമായി അതിവേഗതയിൽ വളർന്നു വികസിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വാസപരമായി നിങ്ങൾ പറയുന്ന അതേ 6-ാം നൂറ്റാണ്ടിൽ യാഥാസ്ഥികത്വം അതിനെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നെറുകയിലെ ഒരു പൊൻതൂവലായിട്ട് വെക്കും. എന്നിട്ട് ഈ കാലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗമനമായ എല്ലാ സംവിധാനങ്ങളുമായും യോജിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കും. പോരാ, വിശ്വാസി സമൂഹത്തിന് വിശ്വാസപരമായ കരുത്ത് പ്രദാനം ചെയ്യും. ഈ ധീരതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ധീരത ഈ കാലത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ആർജവമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് ദീർഘകാലത്തേക്ക് നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങളാൽ നമുക്ക് അനുവദിച്ചു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.